തദ്ദേശ തിരഞ്ഞെടുപ്പ് പലരും പറഞ്ഞു വയ്ക്കുന്നത് ഇത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലാണ് അല്ലെ ക്വാർട്ടർ ഫൈനലാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ് റിഹേഴ്സൽ തന്നെയാണ് എന്ന് പറയാം. 2 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7 ജില്ലകളാദ്യം, പിന്നീട് 7 ജില്ലകൾ. ഈ 7 ജില്ലകളിൽ തന്നെ LDFൻ്റെ ആ ഒരു ആധിപത്യം ഉണ്ടായാൽ നമ്മൾ കരുതിക്കൊള്ളണം 2026-ലും LDFന് ഒരു തുടർ ഭരണത്തിലേക്ക് പോകും എന്നുള്ളത്. പലപ്പോഴും കേരളം ആര് ഭരിക്കുന്നു എന്നുള്ളത് തീർച്ചപ്പെടുന്നത് തിരുവനന്തപുരവും കൊല്ലവും ജില്ലകളാണ്. ഇപ്പോൾ തന്നെ അറിയാം, തിരുവനന്തപുരവും കൊല്ലം ജില്ലയും LDFൻ്റെ പിടിയിൽ തന്നെയാണ്. ഇത് പല കാലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ എന്തായാലും ഈ ഡ്രസ് റിഹേഴ്സൽ കഴിഞ്ഞ അടുത്തതിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള അകലമെന്ന് പറയുന്നതും വളരെ കുറവാണ്. പിന്നീട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഏപ്രിൽ മുതൽ അതിൻ്റെ ഏതാണ്ട് ഒരു മാർച്ച് മുതൽ തന്നെ കേളികൊട്ട് ഉയർന്നു തുടങ്ങും. അപ്പോൾ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതുകൊണ്ടാണ് സിറ്റിംഗ് സീറ്റിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. പുതുപ്പള്ളിയിലായാലും തൃക്കാക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും ഇവിടങ്ങളിലൊക്കെ, പിന്നെ ചേലക്കരയിലെ ഭൂരിപക്ഷം കുറയ്ക്കാൻ, LDFൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചതും കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആണ്. എന്നാൽ അതുപോലെ തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഉണ്ടെന്നുള്ളത് കൂടി ഓർക്കണം. കാരണം കേരളത്തിലെ പ്രതിപക്ഷം ശരിയാവണ്ണം പ്രവർത്തിക്കാത്ത ഒരു പ്രതിപക്ഷമായിട്ട് മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ വകയ്ക്ക് കൊള്ളാത്ത കുറച്ച് കൊഞ്ഞാണന്മാരാണ് കോൺഗ്രസ്സിനകത്തിരിക്കുന്നത്. അവർ വേഷം കെട്ടി നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധമൊക്കെ ശീതീകരിച്ച നിയമസഭയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ ഈ കൊഞ്ഞാണന്മാരെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ അത് അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പടവും വെച്ചുകൊണ്ട് നടക്കണം. അതാണ് വേണ്ടത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിനകത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു പ്രതിപക്ഷ വിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ജനം കാണുന്നത് ഈ സകല തോന്നിയവാസവും കാണിച്ചിട്ട് ആ MLA ആണെന്ന് ഓർക്കണം, ജനപ്രതിനിധിയാണ്, അല്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അത് കോൺഗ്രസിലെ ഉണ്ണാക്കന്മാർ അനുഭവിച്ചോളും. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനമല്ല വഹിക്കുന്നത്. അവർ ചെയ്തതെന്താണ് യഥാർത്ഥത്തിൽ? പ്രസിഡന്റ് സ്ഥാനം യൂത്ത് കോൺഗ്രസിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റിക്കളഞ്ഞു. അത് ആർക്ക് വേണം? എന്നിട്ടോ ചിത്രത്തിൽ കാണിച്ചാൽ പോലും തിരിച്ചറിയാത്ത ഏതോ ഒരു ഊത്തനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇവർ ചെയ്തത് ബാക്കിയുള്ള 139 MLA-മാരെയോ അവഹേളിക്കുന്നതാണ് ചെയ്തത്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ട കാര്യമാണോ? അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളെ വാഴിച്ചു കൊണ്ടുപോകുന്നു. അത് കോൺഗ്രസിൻ്റെ സർവനാശത്തിന് കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ്. ഇവർ യഥാർത്ഥത്തിൽ ആ MLA പദവിയിൽ നിന്ന് രാജിവെപ്പിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാമായിരുന്നു. MLA ആയതുകൊണ്ട് ഇത് അറസ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കണമെന്നുള്ളത് സ്പീക്കർക്ക് തീർച്ചപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് പറഞ്ഞൊഴിയുന്നത്. അത് അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ സ്പീക്കർ അതിന് തയ്യാറെടുക്കുമോ? കാരണം ഇതിനു മുമ്പ് പലരെയും നടപടി എടുക്കേണ്ടതായ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും എന്ത് ചെയ്തു? മുകേഷിൻ്റെ കാര്യത്തിലായാൽ പോലും. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഒരു പുങ്കവനെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ
സുധാകരനെ അവിടെ നിന്ന് മാറ്റി ഈഴവ പ്രാതിനിധ്യം എവിടെയൊക്കെ കുറയ്ക്കാമോ അതെല്ലാം ഇവർ വെട്ടിക്കുറച്ചു. അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും ഇല്ലാതാക്കി തീർത്തു UDF-നകത്ത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്ക് ഒരിക്കലും തീരാത്ത തരത്തിലുള്ള പകയും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് UDF ഭരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ തീർച്ചപ്പെടുത്തി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ പ്രതിപക്ഷ വിരുദ്ധ വികാരമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണപക്ഷത്തും ഭരണവിരുദ്ധ വികാരവുമുണ്ട്, പ്രതിപക്ഷ വിരുദ്ധ വികാരവും നിൽക്കുമ്പോൾ ഈ ജനങ്ങൾ, അതായത് വോട്ടർമാരൊക്കെ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് BJP അങ്ങോട്ടേക്ക് ഒരു ചുവടുവെപ്പ് മുമ്പോട്ട് കയറി പോകുന്നത്. അവരെ വിചാരിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലുമാണ് ഇത് കളം വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നിസ്സഹായ അവസ്ഥ, എന്ത് പറഞ്ഞ് അവർ കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ചിത്രീകരിക്കും? ഭരിക്കുന്നവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അഴിമതി, അപ്പോൾ വിവാദവും അഴിമതിയും ഒക്കെ ഇങ്ങനെ കത്തിക്കാളി നിൽക്കുകയാണ്. ആ കത്തിക്കാളി നിൽക്കുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് മാസങ്ങൾ മാത്രം, ഇതിൻ്റെ ദൂരം വളരെ കുറവാണ്. മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് കടക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം മറക്കുന്നില്ല, അതിനു മുൻപേ അടുത്ത പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജനം അത് ഏത് തരത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തി വെച്ചിട്ടുണ്ടോ അതിൻ്റെ തന്നെ തുടർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിനകത്തും പ്രതിപക്ഷമായ കോൺഗ്രസിനകത്ത് നടമാടുന്ന ഈ മാങ്കൂട്ടത്തിലെ പോലുള്ള എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കിക്കൊടുക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തില് ഈ ഷാഫി പറമ്പിലിൻ്റെ പറമ്പിനകത്തെ ഒരു കുടികിടപ്പുകാരൻ മാത്രമാണ്. അങ്ങനെയല്ലേ പാലക്കാട് മത്സരിക്കുന്നത്? ഷാഫിയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് പാർട്ടി അത് സമ്മതിച്ചത്. അല്ലാതെ പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള മാങ്കൂട്ടത്തിന് എങ്ങനെ പാലക്കാട് ജനപ്രീതി നേടി? ചാനൽ ചർച്ചകളിൽ മാത്രം സ്റ്റുഡിയോകളിൽ നിറഞ്ഞിരിക്കുന്ന മാങ്കൂട്ടം. പത്തനംതിട്ടയിൽ ഏറ്റവും വലിയ പ്രശ്നം നടന്ന നരബലി, അതിനകത്ത് CPM-ന്റെ പങ്ക് നമുക്ക് ഏവർക്കും പുറത്തറിഞ്ഞിട്ടുള്ളതാണ്. അതിനെതിരായിട്ട് യാതൊരു തരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കാൻ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരുത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള മാങ്കൂട്ടം എന്താണ് ജനങ്ങളുടെ ഒരു പ്രതീക്ഷ? മുഖ്യമന്ത്രി വരെ ആകേണ്ട ആളായിരുന്നു മാങ്കൂട്ടം എന്നൊക്കെയല്ലേ പറഞ്ഞു വിടുന്നത്. എങ്ങനെ മുഖ്യമന്ത്രിയാകാനായിട്ട്? ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാത്ത, ഈ ശീതീകരിച്ച മുറിയിലിരുന്നു കൊണ്ട് വാചക കസർത്ത് നടത്തുന്ന ഒരാളാണോ ഇനി കോൺഗ്രസിൻ്റെ മറ്റ് പല പദവികളിലേക്കും കയറി വരാൻ പോകുന്നത്? ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് ഈ MLA പദവിയിൽ നിന്ന് എടുത്തു മാറ്റിയില്ല എന്ന് ചോദിച്ചാൽ, അവർ പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും, അത് BJP നേടും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ എന്തായാലും മനസ്സിലാക്കിക്കോ, BJPക്ക് കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.